പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിലെ പ്രദേശത്തെയും ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്ററിന്റെ പ്രവൃത്തികൾ ഈ മാസം ആരംഭിക്കും. മുഹമ്മദ് മോസിൻ MLA നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. തിരുവേഗപ്പുറയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത്. വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കുടിവെള്ള പദ്ധതികളിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 29.48 കോടി രൂപ ചെലവിലാണ് തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുക. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ട് 1 വർഷമായെങ്കിലും ഇപ്പോഴാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ നടപടിയായത്. പ്രവൃത്തികൾക്ക് മുന്നോടിയായി മുഹമ്മദ് മോസിൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. 2017 ആദ്യം പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ സർക്കാർ വിഭാവനം ചെയ്തിരുന്നത്. ഇതിനായി ബജറ്റിൽ 16 കോടി രൂപയും വകയിരുത്തിയിരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ ഫണ്ട് വേണ്ടിവരുമെന്നതിനാൽ പദ്ധതി കിഫ്ബിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കിഫ്ബി റെഗുലേറ്റർ മാത്രമാണ് പരിഗണിച്ചത്. ഇപ്പോൾ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിലെ പ്രദേശത്തെയും ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ നിർമ്മിക്കാൻ പോകുന്നത്. 100 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക. 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാവും. ഈ മാസം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. റെഗുലേറ്റർ യാഥാർത്ഥ്യമാവുന്നതോടെ തൂതപ്പുഴയിൽ നിന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാൻ കഴിയും. ഇരു പഞ്ചായത്തുകളിലെയും 200 ഹെക്ടർ കൃഷിക്ക് ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതിയിലൂടെ സാധ്യമാവും. MLAക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ CA ജമാലുദ്ദീൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു.